അപ്പോൾ എന്തുണ്ട് വിശേഷങ്ങൾ? പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഹാർദമായ സ്വാഗതം. നമ്മുടെ ബെത്ലഹേം കുടുംബ യൂണിറ്റ് എന്ന ചിത്രത്തിൽ നിന്ന് കിട്ടാൻ പോകുന്ന കളക്ഷൻ ഞാൻ നേരത്തെ തന്നെ പ്രവചിച്ചിരുന്നു. ഏകദേശം 25 കോടിക്ക് മുകളിലായിരിക്കും കിട്ടുന്നത്. പക്ഷേ ഖലീഫ എന്ന ചിത്രം കിട്ടാൻ സാധ്യതയുള്ളത് നമ്മൾ പ്രതീക്ഷിക്കുന്ന തുക എത്രയാണെന്ന് നമുക്കൊന്ന് കണക്കൂട്ടി നോക്കാം. വേൾഡ് വൈഡ് കളക്ഷൻ ഇന്നലെ വരെ 25 കോടി 50 ലക്ഷം രൂപയായിരുന്നു ഫാക്ടിക്കിൻ്റെ കണക്കും പ്രകാരം. അത് പക്ഷേ 26 അയക്കാം എന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ ഔദ്യോഗിക പോസ്റ്റ് വന്നത് 30 കോടി രൂപയാണ്. 30 കോടി രൂപ കിട്ടിയിട്ടില്ല എന്നാണ് ട്രാക്കർമാരുടെ കണക്കുകൾ പറയുന്നത്. 5 കോടി 50 ലക്ഷം തന്നെ കണക്ക് കൂട്ടാം. തിങ്കളാഴ്ച ദിവസം മികച്ച രീതിയിലുള്ള ബുക്കിങ്ങും ഇന്നലത്തെ അപേക്ഷിച്ച് നല്ല രീതിയിലുള്ള ബുക്കിങ്ങും ഒക്കെ ഈ ചിത്രത്തിന് കാണുന്നുണ്ട്. പല അവസരത്തിനും 3000 4000 ടിക്കറ്റ് മണിക്കൂർ വിറ്റ് മാറുന്നുണ്ട്. അതുപോലെ തന്നെ ഇന്നലെ കേരള ട്രാക്കിംഗ് കാണിച്ചത് ഇതേ ടൈമിൽ 1 കോടി 25 ലക്ഷം രൂപയാണെങ്കിൽ ഇപ്പം 1 കോടി 35 ലക്ഷത്തിന് മുകളിലാണ് ട്രാക്കിംഗ് കളക്ഷൻ കാണിക്കുന്നത്. അങ്ങനെയെങ്കിൽ 2-2.25 കോടിക്ക് മുകളിൽ ഇന്ന് കേരള കളക്ഷൻ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അങ്ങനെ കേരള കളക്ഷൻ 10-12.5 കോടിയിലേക്ക് എത്താനുള്ള സാധ്യതയാണ് കാണുന്നത് 4 ദിവസം കൊണ്ട്. മികച്ച രീതിയിലുള്ള കളക്ഷനാണ്. വേൾഡ് വൈഡ് കളക്ഷനും നമ്മൾ പ്രതീക്ഷിക്കുന്നത് ഇന്നലെ 5 കോടിക്ക് മുകളിലാണെങ്കിൽ ഇന്നും ഏകദേശം 5 കോടി 6 കോടി റേഞ്ചിൽ തന്നെ കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നു. അങ്ങനെ ഇന്ന് കൊണ്ട് ചിത്രം ഏകദേശം 30-31 കോടിയിലേക്ക് എത്താനുള്ള സാധ്യതയാണ് കാണുന്നത്. വൈകാതെ തന്നെ 50 കോടി കിടക്കും എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കും. കാരണം വരും ദിവസങ്ങളിൽ അവധി ദിവസമാണ്. അപ്പം വലിയ ഡീഗ്രേഡിങ്ങും നെഗറ്റീവും ഒക്കെ നേരിടുമ്പോഴും ചിത്രം ഒരു സ്റ്റഡി കളക്ഷൻ മുന്നോട്ട് കൊണ്ടുപോകാൻ ഈ ചിത്രത്തിന് പറ്റുന്നുണ്ട്. പ്രത്യേകിച്ച് ഈ ഓർഫീസ് മേഖലകളിലെല്ലാം ഈ ചിത്രത്തിന് അത്ര നേരിടുന്നില്ല എന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം. കേരള കളക്ഷൻ നമ്മൾ നോക്കുമ്പോഴും 2 കോടിക്ക് താഴെ ഇപ്പോഴും വന്നിട്ടില്ല എന്നുള്ളതാണ് നമുക്ക് പ്രതീക്ഷ നൽകാവുന്ന കാരണം വളരെയധികം നെഗറ്റീവ് യൂട്യൂബ് ചാനലുകൾ പലതും വല്ലാതെ അധിക്ഷേപിക്കുന്നത് നമ്മൾ കണ്ടു. അതിൽ നിന്നൊക്കെ മറികടന്ന് ഈ ഓണക്കാലത്ത് ഇതൊരു വിജയ ചിത്രമായി മാറുമോ ഇല്ലയോ എന്നുള്ളത് വരും ദിവസങ്ങളിൽ മാത്രമേ നമുക്ക് കാണാൻ പറ്റൂ. മറുവശത്ത് ബെത്ലഹേം കുടുംബ യൂണിറ്റ് എന്ന നിവിൻ പോളി ചിത്രം വമ്പൻ ഹിറ്റിലേക്ക് നീങ്ങുകയും ചെയ്യുന്നുണ്ട്. 2 ചിത്രങ്ങളും വിജയിക്കട്ടെ, മലയാളത്തിൽ ഇറങ്ങുന്ന എല്ലാ ചിത്രങ്ങളും വിജയിക്കട്ടെ എന്നാണ് നമ്മുടെ ആത്മാർത്ഥമായിട്ട് ആഗ്രഹം. അതിനുവേണ്ടി നമുക്ക് കാത്തിരിക്കാം കുറച്ച് ദിവസം. ഇന്ന് ഞായറാഴ്ചയാണ്, നാളെ മൺഡേ അവധിയില്ല. പക്ഷേ കുട്ടികൾക്കൊക്കെ അവധിയാണെങ്കിലും ബാക്കി എല്ലാവർക്കും ഓഫീസിലൊക്കെ പോകണം. അതുകൊണ്ട് നാളത്തെ കാര്യങ്ങളും മൺഡേ ആണല്ലോ ഒരു സിനിമയുടെ അവധി മാറ്റുന്നത് എന്ന് പലപ്പോഴും നമുക്ക് കേൾക്കാറുണ്ട്. നാളത്തെ കളക്ഷൻ എന്ന് പറയുന്ന ഖലീഫയെ സംബന്ധിച്ച് വളരെ നിർണായകമാണ്. കാത്തിരിക്കാം നാളത്തെ കളക്ഷൻ അറിയാൻ വേണ്ടി. അപ്പം മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും ഞാൻ എത്താം. ഖലീഫ വിശേഷങ്ങളോ സിനിമാ വിശേഷങ്ങളോ കൊണ്ട് ഇവിടം കൊണ്ട് തീരുന്നില്ല. പുതിയ വിശേഷങ്ങളും ഒക്കെ ആയിട്ട് വീണ്ടും ഞാൻ എത്തും വരെ ഓക്കെ ബൈ.